നമുക്കൊരിക്കലും കർത്താവ് ഈ ലോകത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ല ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം, ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു ജോലി അത്യാവശ്യമാണ്, ഒരു വാഹനം വേണ്ടിയതാണ്, ഒരു ഭവനം നമുക്ക് വേണം, ഇതെല്ലാം നമുക്ക് വേണം, ശരിയാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടി എന്ന് പറയുമ്പോൾ ഒരു ഭവനമില്ലാത്ത അനേക ദൈവമക്കൾ ഈ ലോകത്തുണ്ട്, ഒരു നല്ല ജോലിയില്ലാത്ത അനേകർ ഈ ലോകത്തുണ്ട്. അപ്പം ദൈവം നമുക്ക് നല്ലവരും അവർക്ക് ദുഷ്ടനുമാകുന്നു എന്നൊരു ചിന്ത വരാൻ കാരണമുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ ലോകത്തിൽ ലഭിക്കുന്ന നന്മകളല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന് വാസ്തവം. ഒരു ജോലിയും ഇല്ലെങ്കിലും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും ദൈവം അവനെ അത്ഭുതമായിട്ട് നടത്തുന്നതിൻ്റെ ആ ഒരു തിരിച്ചറിവ് അവനുണ്ടെങ്കിൽ, ആ ജോലി ഇല്ലാത്ത അവസ്ഥയിലും അവനൊരു സമാധാനം ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവം പറയുന്നത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കണ്ണടച്ച് ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവം അവരെ പഠിപ്പിക്കുകയാണ്, ദൈവം അവരെ മോൾഡ് ചെയ്തെടുക്കുകയാണ് എങ്ങനെ കർത്താവിൽ ഉറച്ച് വിശ്വസിക്കാൻ, എങ്ങനെ കർത്താവിൽ ആശ്രയിക്കാം എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ചർച്ചിലായാലും പൊതുസഭയിലായാലും സാക്ഷ്യങ്ങൾ പറയും, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ രോഗത്തെ സൗഖ്യമാക്കി, ദൈവം എനിക്ക് ജോലി നൽകി, കുടുംബജീവിതം നൽകി, വാഹനം നൽകി, വീട് നൽകി. ശരിയാണ്, പക്ഷേ ഇതില്ലാത്ത അനേക ദൈവമക്കൾ ഈ ലോകത്തുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതല്ല വലിയ കാര്യം. നമുക്ക് വീട് കിട്ടുന്നതോ നമുക്ക് ജോലി കിട്ടുന്നതോ നമുക്ക് വാഹനം കിട്ടുന്നതോ ഒന്നുമല്ല വലിയ കാര്യം. ഒന്നുമില്ലെങ്കിലും നമുക്ക് അവിടെ ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ജോലി ഇല്ലെങ്കിലും ഭവനമില്ലെങ്കിലും നമുക്ക് അതിൻ്റെ നടുവിലൊരു സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവ് പറയും, അവിടെയാണ് ദൈവത്തിന് അനുഗ്രഹമുള്ളത്. പിശാചിനോട് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ നീട് അവിടെ മാറിയിട്ടില്ല. കർത്താവിന് വിശന്നിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് പിശാച് പോയി പറയുന്നത്, ഈ കല്ലിനോട് അപ്പമായി തീരാം. പക്ഷേ അവിടെ കർത്താവിൻ്റെ നീട് അവിടെ മാറിയിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം ആ വിശപ്പിനെ ഓവർകം ചെയ്യാൻ, ആ നീഡിനെ ഓവർകം ചെയ്യാൻ യേശു കർത്താവിനെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വചനവും നമ്മുടെ ലോകത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയല്ല, പിന്നെയോ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ലോകത്തിൽ കിട്ടിയ ജോലിയും നന്മകളും ഒക്കെ ദൈവം നമ്മളോട് കാട്ടിയ കൃപയും മനസ്സിലും ഒക്കെയാണ്. പക്ഷെ അതില്ലാത്തവരെ ഓർത്ത് നമുക്കൊരു ദുഃഖമുണ്ടാകണം, പ്രാർത്ഥിക്കണം, നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ അവരെ സഹായിക്കുകയും ചെയ്യണം. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.